ആ ഗുഡ് മോർണിംഗ്. അടുത്ത ഏതാ പഠിക്കാനുള്ളത്? മക്കളെ, ലീഗൽ മാക്സിം. ലീഗൽ മാക്സിംസ് നോക്കിയേ. ആക്ഷിയോ പെർസോണലിസ് മോറിറ്റർ കം പെർസോണ. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? മിണ്ടുന്നില്ലേ? A point of action dies with the person. Personal right of action dies with the person. യെസ്. ഒരാൾക്ക് വ്യക്തിപരമായ അവകാശമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, പേഴ്സണൽ റൈറ്റാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ആക്ഷൻ ഡൈസ് വിത്ത് ദ പേഴ്സൺ. മനസ്സിലായോ? അതായത് ക്രിമിനൽ കേസിൽ വ്യക്തികൾക്കെതിരെയുള്ള പേഴ്സണൽ ആക്ഷനാണ്. ക്രിമിനൽ കേസിൽ അക്യൂസ്ഡ് അങ്ങ് മരിച്ചു പോയാൽ കേസ് അവിടെ തീർന്നു. മനസ്സിലായോ? ആക്ഷിയോ പേഴ്സണാലിസ് മോറിറ്റർ കം പെർസോണ. എ പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻസ് ഡൈസ് വിത്ത് എ പേഴ്സൺ. ഓക്കെ? അടുത്തത് ഏതാ? ജൂറി സുമോ കാഡന്റ് അല്ലേ? ജൂറി സുമോ കാഡന്റ്. അതിൻ്റെ മീനിങ് എന്താ? They lose their rights അല്ലേ? ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപ്പെടുക. ദേ ലൂസ് ദെയർ റൈറ്റ്. അവർക്ക് അവകാശം നഷ്ടപ്പെടും. ദേ ലൂസ് ദെയർ റൈറ്റ്. നമുക്ക് ആ ഒന്നിൻ്റെ എ നോക്കിയാലോ. ഒന്നിൻ്റെ എ ഗൂഗിളിനോട് ചോദിച്ച് പഠിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പാടാവും. ഒന്നിൻ്റെ എ എന്ന് പറയുന്നത് എ പേഴ്സണൽ അല്ലേ? എ പേഴ്സണൽ റൈറ്റ്. A personal right does not die with the person. അതെന്താ പറയുന്നത് അറിയാമോ? The common law maxim also personal right moritus cum persona. A personal right of action dies with the person. At the common law, if the injury were done to their person, for which the damages only could be recovered in satisfaction of the action, died with the person to whom with the wrongs done. അതിന് ലീഗൽ മാക്സിം കിടപ്പില്ല കേട്ടോ, എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ? അടുത്തത് മൂന്നാമത്തത് ബോണാഫൈഡ് പൊസസർ ഫേസിറ്റ്. ബോണാഫൈഡ് പൊസസർ ഫേസിറ്റ് കൺസുംറ്റർ സോസ്. എന്താ പറഞ്ഞേക്കുന്നത്? ബോണാഫൈഡ് പൊസസർ. ബോണാഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വബുദ്ധിയോടുകൂടി, ബോണാഫൈഡായിട്ട്.
പൊസസർ കൈവശക്കാരൻ. ഫേഴ്സ്റ്റ് കൺസംപ്റ്റർ സോഴ്സ് അതിൻ്റെ മാക്സിമം. അതിൻ്റെ മീനിങ് എന്താ മക്കളെ? മൂന്നാമത്തതിൻ്റെ മീനിങ് ബി. എ പൊസസർ ഇൻ ഗുഡ് ഫെയ്ത്ത് ഈസ് എൻറ്റൈൽഡ് ടു ദ ഫ്രൂട്ട്സ് ദാറ്റ് ഹി കൺസ്യൂംസ്. എ പൊസസർ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്തിൽ ഉത്തമ ബോധ്യത്തോടെ കൈവശം വെക്കുന്ന ഒരാൾ, എ പൊസസർ ഇൻ ഗുഡ് ഫെയ്ത്ത് ഈസ് എൻറ്റൈൽഡ് ടു ദ ഫ്രൂട്ട്സ്. അദ്ദേഹത്തിന് ഫ്രൂട്ട്സ് കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത ജോലിയുടെ ഗുണഫലം കിട്ടേണ്ട അവകാശമുണ്ട്. ദാറ്റ് ഹി കൺസ്യൂംസ്. മനസ്സിലായോ? ഇല്ല സർ, അതൊന്നുകൂടി പറയാം. ബോണാഫൈഡ് പൊസസർ ഫേഴ്സ്റ്റ് കൺസംപ്റ്റർ സോഴ്സ്. ഉത്തമ ബോധ്യത്തോടെ കൈവശം വെക്കുന്നയാൾ അയാൾ ചെയ്ത ജോലിയുടെ ഫലം, ഫ്രൂട്ട്സ്, ഫലം ലഭിക്കാൻ അവകാശമുണ്ട്. എ പൊസസർ ഇൻ ഗുഡ് ഫെയ്ത്ത്, ഉത്തമ ബോധ്യത്തോടെ കൈവശം വെക്കുന്നയാൾ ഈസ് എൻറ്റൈൽഡ്, അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്ത്? ടു ദ ഫ്രൂട്ട്സ് ദാറ്റ് ഹി കൺസ്യൂംസ്. അയാൾ എന്ത് ഫ്രൂട്ട്സ് ആണോ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പം എന്ത് ജോലിയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലം ലഭിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. മനസ്സിലായോ? അടുത്തത് ലെക്സ് എസ്റ്റ് നോർമ റെസിറ്റി. എന്താ റെക്സ് എസ്റ്റ് നോർമ റെസിറ്റി? Law is a rule of right. യെസ്, ലോ ഈസ് എ റൂൾ ഓഫ് റൈറ്റ്. നിയമം എന്ന് പറയുന്നത് ലോ ഈസ് എ റൂൾ ഓഫ് റൈറ്റ്. നിയമം എന്ന് പറയുന്നത് ഈസ് എ റൂൾ, അതൊരു റൂളാണ്. എന്തിൻ്റെ? അവകാശത്തിൻ്റെ റൂളാണ് നിയമം. അടുത്തത് ആക്ടസ് നോൺ ഫേഴ്സിറ്റ് റിയം നിസി മെൻസെറ്റ് റിയ. നമ്മളെപ്പോഴും പഠിക്കുന്നത് എന്താണ്? An act itself is not a crime unless it is done with a guilty mind. അത് IPC പഠിച്ചിട്ടുള്ളതല്ലേ? ആക്ടസ് നോൺ ഫേഴ്സിറ്റ് റിയം നിസി മെൻസെറ്റ് റിയ. An act in itself is not a crime unless it is done with a guilty mind. അഖില പോണെന്ന് വായിച്ചേ. Legal maxims. 1. Actio personal is morter cum persona. The personal right of action dies with the person. 2. A jury so cadent, they lose their rights. 3. Bona fide possessor facet conceptor source. The possessor in good faith is entitled to the fruits that he consumes. 4. Lex est norma recti. Law is a rule of right. 5. Actus non facit rea nisi means rea. An act in itself is not a crime unless it is done with a guilty mind. Legal maxim. 1. Actio personalis moriter cum persona. A person right to exercitio cadent, they lose their rights. 3. Bona fide possessor facing consumptive suos. A possessor in good faith is entitled to the fruits that he consumes. 4. Lex est norma recti. Law is a rule of right. 5. Actus non facit reum nisi mensit rea. An act in itself is not a crime unless it is done with a guilty mind. Yes. Q facet per alium facet per se. നമ്മൾ പഠിച്ചതാ. എന്താ സാധനം? Q facet per alium facet per se. എന്താ മക്കളെ? He who acts through another does the act himself. യെസ്, അതിന് വേറൊരു സാധനം പറയാം. എന്തുവാ? Vicarious liability. Q facet per alium facet per se. He who acts through another.
ഡസ് ദി ആക്ട് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ വൈക്ക് കയറിയ സ്ലൈഡ്. അടുത്ത 7. ഡി മിനിമസ് നോൺ ക്യൂററ്റ് ലെക്സ്. എന്താ സാധനം? ഡി മിനിമസ് നോൺ ക്യൂററ്റ് ലെക്സ്. IPC പഠിച്ചതാ. Law does not യെസ്, ട്രിവിയൽ റൈറ്റ്, ട്രിവിയൽ മാറ്റേഴ്സ്. ചെറിയ 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 കാര്യങ്ങൾക്ക് കോടതി ഇടപെടത്തില്ല. എന്നെ നുള്ളി, എന്നെ പിച്ചി എന്ന് പറഞ്ഞാൽ കോടതി ഇടപെടത്തില്ല. അതിനെ ട്രൈഫിൾസ് ആക്ട് എന്ന് പറയും. ട്രൈഫിൾസ് ആക്ട് ഇതൊന്ന് പറയും, ട്രൈഫിൾസ് ആക്ട്. അടുത്തത് 8. ആക്ടസ് ഈ നിമിനി ഫേസിറ്റ് ഇൻക്യൂറിയം. ആക്ടസ് ഈ നിമിനി ഫേസിറ്റ് ഇൻക്യൂറിയം. എന്താണ് സാധനം? ഇതാ മക്കളെ, ലോ ഹോൾഡ്സ് നോ മാൻ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് ഗോഡ്. ആക്ടസ് ഈ നെമിനി ഫേസിറ്റ് ഇൻക്യൂറിയം. അതിന് നമ്മൾ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയും. ലോ ഹോൾഡ്സ് നോ മാൻ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് ഗോഡ്. ഇടിമിന്നലുണ്ടായി, ഒരു നാശനഷ്ടമുണ്ടായാൽ ആരും കുറ്റക്കാരൻ. വെള്ളപ്പൊക്കം വന്ന് നാശനഷ്ടം ഉണ്ടായാൽ ആരും കുറ്റക്കാരൻ. അതിന് നമ്മളെന്ത് പറയും? ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. 9. ആർബിട്രിയം എസ്റ്റ് ജുഡിറ്റം. ആർബിട്രിയം എക്സ് ജുഡിറ്റം എന്താണ്? An award is a judgment. An award is a judgment. അവാർഡ് എവിടുന്നാണ് കിട്ടുന്നത്? ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷനിൽ നിന്നാണ് അവാർഡ് കിട്ടുന്നത്. ആ അവാർഡ് ഒരു ജഡ്ജ്മെൻ്റ് ആകുന്നു എന്നാണ് പറയുന്നത്. ആർബിട്രിയം എസ്റ്റ് ജുഡീഷ്യം. മനസ്സിലായോ? An award is a judgment. Okay, ready? Any doubt? ഇല്ല സർ. Yes, വായിച്ചോ. 6. Q facet parallelium facet per se. He who acts through another does the act himself. 7. The minimus non-curatic lex. Law is not concerned about trivial matters. 8. Actus e nimini facit injurium. Law holds no man responsible for the act of God. 9. Arbitrium est judicium. An award is a judgment. just more വായിച്ചേ. Alien facit per se. He who acts through another does the act himself. 7. The minimus non-curatic lex. Law is not concerned about trivial matters. 8. Actus e nimini facit injurium. Law holds no man responsible for the act of God. 9. Arbitrium est judicium. An award is a judgment. Any doubt? ഇല്ല sir. Yes. നോക്കൂ. ആക്ഷോർണി ജുഡീഷ്യസ്. നമ്മൾ പറഞ്ഞേ. ആക്ടോറിറ്റേറ്റ് ജുഡീഷ്യസ്. എന്താണ് ആക്ടോറിറ്റേറ്റ് ജുഡീഷ്യസ്? ആക്ടോറിറ്റേറ്റ് ജുഡീഷ്യസ് എന്ന് പറഞ്ഞാൽ
by judicial authority. കേട്ടോ മകളെ? sir. Atrocious judicious by judicial authority. ഒരു ജുഡീഷ്യൽ അതോറിറ്റി ചെയ്യുന്നത്. അടുത്തത് കമാൻഡം എക്സ് ജൂറിഷ്യ സു നിയോ ഹബേറെ ഡെബറ്റ്. എന്താ പറഞ്ഞേ? കമാൻഡം എക്സ് ജുഡീഷ്യ എക്സ് ജൂറിയ സുവ നിമോ ഹാബെറെ ഡെബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആൻസർ ബി ആണല്ലേ. നോ വൺ ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് ഓൺ റോങ്ഫുൾ ആക്ട്. നോ വൺ ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് ഓൺ റോങ്ഫുൾ ആക്ട്. കമാൻഡോ എക്സ് ജൂറിയ എക്സ് ഇൻജൂറിയ സുമോ നിമോ ഹാബെറെ ഡെബറ്റ്. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല സർ. നോക്കൂ, കമാൻഡം എക്സ് ഇൻജൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചുറി. സുവ നിമോ ഹബെറെ ഡെബറ്റ് എന്നാണത് വായിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ? നോ വൺ ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് ഓൺ റോങ്ഫുൾ ആക്ട്. ഒരാൾ സ്വന്തമായി ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടാൻ പാടില്ല. പൊടി കിട്ടിയോ? കമാൻഡം എക്സ് ഇൻജൂറിയ സുവ നെമോ ഹബെറെ ഡെബറ്റ്. ഓക്കെ, no one should take advantage of his own wrongful act. പൊടി കിട്ടിയ റെമഡിയും ഉണ്ടാകും. കോംപ്രമിസാരീസ് ആൻഡ് ജുഡീഷ്യസ് എന്താണ്? ആർബിട്രേറ്റേഴ്സ് ആർ ജഡ്ജസ്. യുബിജസ് ഐ ബി റെമഡിയം വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. ഓഡി അൾട്രം പാറ്റേൺ എന്താണ്? ഓഡി അൾട്രം പാറ്റേൺ ടു ഹിയർ ദ അതർ സൈഡ് എന്നും കൂടെ എഴുതിക്കോണം അവിടെ കേട്ടോ. ഓഡി അൾട്രം പാറ്റേൺ ടു ദ ഹിയർ ദ അതർ സൈഡ്, ടു ഹിയർ ദി അതർ സൈഡ്. നോ വൺ ഷാൽ ബി കണ്ടംഡ് അൺഹേർഡ്. നോ വൺ ഷാൽ ബി കണ്ടംഡ് അൺഹേർഡ്. ഒരാളെപ്പോലും ശിക്ഷിക്കുന്നത് അയാളെ കേൾക്കാതെ ശിക്ഷിക്കാൻ പാടില്ല അല്ലേ? ഒരാളെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ അവസാനം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസൻറ്റ് നമ്മളെപ്പോഴും പഠിക്കുന്ന ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല. അടുത്ത് വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ. നോ വൺ ക്യാൻ എൻഫോഴ്സ് എ റൈറ്റ് വിച്ച് ഹാസ് വോളണ്ടറിലി വേവ്ഡ് ഓർ അബാൻഡഡ്. സ്വയമായി എനിക്ക് അവകാശം വേണ്ട എന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ ആ അവകാശം എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. വോളണ്ടറിയായി നോൺ ഫിറ്റ് ഇൻജൂറിയ. വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ. സ്വയം അവകാശം വേണ്ട എന്ന് വെച്ചാൽ ആ അവകാശം പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല. അതിനെ പറയുന്ന പേര് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ. വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറി. മനസ്സിലായോ മക്കളെ? യെസ്, വായിച്ചോളൂ. 10. Actor-related judice by judicial authority. 11. Commandum ex injuria sua nemo habere debet. No one should take advantages of his own wrongful act. 12.
Compromissaries and judices. Arbitrators are judges. Ubi jus ibi remedium. Where there is a right, there is a remedy. Audi alteram partem. No one shall be condemned unheard. Ignorantia juris non excused. Ignorance of law is not an excuse. Volundi non fit injuria. No man can enforce a right which he has voluntarily waived or abandoned. Yes. 10. Octrariate judices by judicial authority. 11. Commodum ex injuria sua nemo hevere debit. No one should take advantage of his own wrongful act. 12. Compromissaries and judices, arbitrators are judges. Ubi jus ibi remedium. Where there is a right, there is a remedy. Audi alteram partem. No one shall be condemned unheard. Ignorantia juris non excused. Ignorance of law is not an excuse. Volundi non fit injuria. No man can enforce a right which he has voluntarily waived or abandoned. Any doubts? മക്കളെ Yes, sir. ഇല്ല. അപ്പോൾ 13. കൺഫസിയോ, കൺഫെഷൻ, കുറ്റമേറ്റ് പറച്ചിൽ. ഫാക്റ്റ, ഒരു വസ്തുതയെ. കൺഫസിയോ ഫാക്റ്റ. ഇൻജുഡീഷ്യോ, ജുഡീഷ്യറിയിൽ ഒരു കുറ്റം ഏറ്റുപറയുകയാണെങ്കിൽ. ഓമിനി, പ്രൊബേഷ്യ മേജർ എസ്റ്റ്. കൺഫസിയോ ഫാക്റ്റ ഇൻ ജുഡീഷ്യോ ഓമിനി പ്രൊബേഷ്യ മേജർ എസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താണ്? ജുഡീഷ്യൽ അഡ്മിഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ എനി പ്രൂഫ്. ഒരാൾ കോടതിക്കകത്ത് ഒരു കുറ്റം ഏറ്റുപറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി പ്രൂഫ്. കൺഫസിയോ, കുറ്റമേറ്റു പറയുക. ഫാക്റ്റ, ഒരു വസ്തുതയെ. ഇൻ ജുഡീഷ്യോ, കോടതിയിൽ. ഓമിനി പ്രൊബേഷ്യോ മേജർ അറസ്റ്റ്, മറ്റെന്തിനേക്കാളും വലുതാണ്. ജുഡീഷ്യൽ അഡ്മിഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ എനി പ്രൂഫ്. മനസ്സിലായോ? യെസ്. 14. ക്രിമിന മോർട്ടി എക്സ്റ്റിങ്ക്വൻറ്റർ. ക്രിമിന മോർട്ടി എക്സ്റ്റിങ്ക്വൻറ്റർ എങ്ങനെ വായിക്കും? എന്താണ് ആൻസർ? ക്രിമിന മോർട്ടി എക്സ്റ്റിങ്ക്വൻറ്റർ എന്താണ്? ബി ആണ് ആൻസർ. ക്രൈംസ് ആർ എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ ഡെത്ത്. കുറ്റങ്ങളെല്ലാം കുറ്റവാളിയുടെ മരണത്തോടെ അവസാനിക്കും. കുറ്റങ്ങളെല്ലാം എന്ത് ചെയ്യും? ക്രൈംസ് ആർ എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ ഡെത്ത്. ഒരു കുറ്റവാളിയുടെ മരണത്തോടുകൂടി എല്ലാ കുറ്റങ്ങളും അവസാനിക്കുന്നതാണ്. അടുത്തെന്താ? ഡി ഡൈ ഇൻ ഡിം. ഡൈം എന്നും വായിക്കും. ഡി ഡൈ ഇൻ ഡൈം. എന്താണ് ഡി ഡൈം ഇൻ ഡൈം എന്ന് പറഞ്ഞാൽ? ബി ആണ്. എന്താണ്? ഫ്രം ഡേ ടു ഡേ. ഫ്രം ഡേ ടു ഡേ, ഓരോ ദിവസവും. ഡി ഡൈം ഡൈം, ഫ്രം ഡേ ടു ഡേ. അടുത്തത് ഡൊണേഷ്യോ മോർട്ടിസ് കോസ. 16 പറഞ്ഞേക്കുന്നത് ഡൊണേഷ്യോ മോർട്ടിസ് കോത്ത. ഡെത്ത് ബെഡ് ഗിഫ്റ്റ്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഡൊണേഷ്യ മോറിസ് കോസ സുവ എന്ന് പറയുന്നത്. എന്താണ്? ഡൊണേഷ്യോ മോറിസ് കോസ സുവ, ഡെത്ത് ബെഡ് ഗിഫ്റ്റ്. അടുത്തത് അക്വിറ്റസ് സെങ്കിൻറ്റർ ലഗം.
അക്വിറ്റസ് സെങ്കിൻഡർ ലകം. എന്താണ് അക്വിറ്റസ് സെങ്കിൻഡർ ലകം എന്ന് പറഞ്ഞാൽ? അക്വിറ്റസ് സെങ്കിൻഡർ ലകം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഫോളോസ് ദ ലോ. ഒരു ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈക്വാളിറ്റിയാണ്. തുല്യത എന്ന സങ്കല്പം വേണം. തുല്യതയാണ് യഥാർത്ഥത്തിൽ നിയമം. തുല്യതയില്ലാത്ത ഒരു നിയമവും നിയമമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുസ്മൃതി ഈസ് നോട്ട് എ ലോ. അതെന്തില്ല? തുല്യതയില്ല, ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് എന്തില്ല? ഇറ്റ് ഈസ് നോട്ട് എ ലോ. മനസ്സിലായോ? യെസ് യെസ്. എനി ഡൗട്ട്? ഇല്ല സർ. അപ്പോൾ വായിച്ചു കേൾക്കട്ടെ. 13. Confessio facta in judicio omni probation major est. Judicial admission is stronger than any proof. 14. Crimina morti extinguer. Crimes are extinguished by death. 15. De die in dying, from day to day. 16. Donatio mortis quasi sua deathbed gift. 17. Acquitus sequitur legem. Equality follows the law. Confessio facta in judicio omni probatio major est. Judicial admission is stronger than any proof. 14. Crimina morte extinguitur. Crimes are extinguished by death. 15. De die in dying, from day to day. 16. Donatio mortis causa sua deathbed gift. 17. Acquitus sequitur legem. Equity follows the law. Any doubt? ഇല്ല സാർ. Yes. Ex acquio et bono. Ex acquio et bono. എന്താണ് എറ്റ് അക്യോ എക്സ് ബോണോ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? അക്കോർഡിംഗ് ടു ദ റൈറ്റ്സ് ആൻഡ് ഗുഡ്. അക്കോർഡിംഗ് ദ റൈറ്റ് അവകാശത്തിലൂടെയും, ഗുഡ് നല്ലതിലൂടെയും. ഓക്കെ, അവകാശവും നന്മയും ഓടുകൂടി. എക്സ് അക്വിറ്റോ എറ്റ് ബോണോ. മനസ്സിലായോ? മിണ്ടുന്നില്ലേ? യെസ്. എക്സ് ഡോളോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. എക്സ് ഡോളോ മാലോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. എന്താ പറഞ്ഞേക്കുന്നേ? എന്താ പറഞ്ഞേക്കുന്നേ? ബി. എന്താ? റൈറ്റ് ഓഫ് ആക്ഷൻ കനോട്ട് അറൈസ് ഔട്ട് ഓഫ് ഫ്രോഡ്. ഒരാളുടെ റൈറ്റ്, ആ റൈറ്റിലുണ്ടാകുന്ന ഒരു അവകാശത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നത് ഫ്രോഡ് കൊണ്ടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ജുഡീഷ്യറിലൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടുണ്ട്, ഫ്രോഡ് വിഷിയേറ്റ് എവരിത്തിങ്. ഫ്രോഡിലൂടെയാണ് ഒരാൾക്ക് ഒരു റൈറ്റ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ആ ദൈവം ചെയ്തതാണെങ്കിലും ഇറ്റ് വിഷിയേറ്റ് എവരിത്തിങ് എന്നാണ് പറയുന്നത്. എല്ലാം അടിച്ചെന്ന്. എക്സ് ഡോളോ മാലോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. എന്താണ്? റൈറ്റ് ഓഫ് ആക്ഷൻ കനോട്ട് അറൈസ് ഔട്ട് ഓഫ് ഫ്രോഡ്. ഫ്രോഡിൽ നിന്ന് ഒരു എന്തുണ്ടാവാൻ പാടില്ല? അവകാശത്തിൻ്റെ ഫലം ഉൾക്കൊള്ളാൻ പാടില്ല. അടുത്തത് 20. എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ന്യൂഡോ പാക്ടോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. എന്താണ് പറഞ്ഞത്? മക്കളെ, No actions arises on an act contract without a consideration. Yes. Nude contract. No actions arise on a naked contract without consideration. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റിനെയാണ് നമ്മൾ നെക്കഡ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ.
നോ ആക്ഷൻ അറൈസസ്. കൺസിഡറേഷനിലെത്ത കോൺട്രാക്റ്റിൽ നിന്ന് ആക്ഷൻ ഉണ്ടാകാൻ പാടില്ല. എക്സ് ന്യൂഡം പാക് ന്യൂഡോ പാക്ടോ നോൺ ഓറിറ്റർ ആക്ഷ്യോ. No actions arises on a naked contract, nude contract, without consideration. Ex terpi cosa non oritur actio. Ex terpi cosa non oritur actio. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? അതിൽ പറഞ്ഞിട്ടുള്ളത് ബി ആണ്. ഏതാ? നോ ആക്ഷൻ അറൈസസ് ഫ്രം എ ഡിസോണറബിൾ കോസ്. അത് മുമ്പേ പറഞ്ഞത് തുല്യമാണ്. ഡിസോണറബിളായ ഒരു കോസ് കൊണ്ട് ആക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നോ ആക്ഷൻ അറൈസസ് ഫ്രം എ ഡിസോണറബിൾ കോസ്. എക്സ് ടർപ്പി കോസ നോൺ ഓറിറ്റർ ആക്ഷ്യോ. നോൺ ഓറിറ്റർ ആക്ഷ്യോ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നോ ആക്ഷൻ എന്ന അർത്ഥം. എറൈസസ് ഔട്ട് ഓഫ് ആൻ ഇല്ലീഗൽ നോ ആക്ഷൻ അറൈസസ് ഫ്രം എ ഡിസോണറബിൾ കോസ്റ്റ്. അടുത്തത് എക്സ്ട്രാ ടെറിട്ടോറിയം ജുഡിസൈസ്. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്ട്രാ ടെറിട്ടോറിയം ജുഡിസൈസ് എന്താ പറഞ്ഞേക്കുന്നത്? ബിയോണ്ട് ദ ടെറിട്ടറി ഓഫ് എ ജഡ്ജ്. ഒരു ജഡ്ജിയുടെ അധികാര പരിധിക്കപ്പുറം. കേരള ഹൈക്കോടതിക്ക് കേരളത്തിൻ്റെയും പിന്നെ ലക്ഷദ്വീപിൻ്റെയും കൂടി അധികാരമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കേരള ജുഡീഷ്യറിക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, ഇടുക്കി ജില്ലാ കോടതിക്ക് ഇടുക്കിയുടെ പരിധിക്കകത്ത് വരുന്ന ചെയ്യാൻ പറ്റൂ, മറ്റ് ജില്ലയിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എക്സ്ട്രാ ടെറിട്ടോറിയം ജുഡൈസസ് എന്താ പറഞ്ഞേക്കുന്നത്? ബിയോണ്ട് ദ അതോറിറ്റി ഓഫ് എ ജഡ്ജ്. ബിയോണ്ട് ദ ടെറിട്ടറി ഓഫ് എ ജഡ്ജ്. അതോറിറ്റി അല്ല, അതോറിറ്റി എന്ന് പറയാം, എങ്കിലും ടെറിട്ടറി എന്നാണ് അർത്ഥം. ബിയോണ്ട് ദ ടെറിട്ടറി ഓഫ് എ ജഡ്ജ്. എക്സ്ട്രാ ടെറിട്ടോറിയം ജുഡിസിസ്. പിടി കിട്ടിയോ? വായിച്ചേ. യെസ്. 18. Ex accio et bono, according to the right and good. 19. Ex dolo malo non oritur actio. Right of action cannot arise out of fraud. 20. Yes. Ex nudo pacto non oritur actio. No action arises on a naked contract without a consideration. Yes. 21. Ex terpi cosa non oritur actio. No action arises from a dishonorable cause. 22. Extra territorium judices, beyond the territory of the judge. യെസ്. അഞ്ച് മോള് വായിച്ചേ. 18. Ex accio et bono, according to the right and good. 19. Ex dolo malo non oritur actio. Right of action cannot arise out of fraud. 20. Ex nudo pacto non oritur actio. No actions arises on an naked contract without a consideration. 21. Ex terpi cosa non oritur actio. No action arises from a dishonorable cause. 22. Extra territorium judicis, beyond the territory of the judge. യെസ്. അടുത്തത് 23. എന്താ 23 പറഞ്ഞേക്കുന്നേ? ഫെറേറി നോഡപ്റ്റ് സെൻറ്റ് ഫാക്ടം ബാലറ്റ്. ഫെറേറി നോണ്ടപ്റ്റ് സെൻറ്റ് ഫാക്ടം വാലറ്റ് എന്താ മക്കളേത്? സി അല്ലേ? ഇറ്റ് ഔട്ട് നോട്ട് ബി ഡൺ ബട്ട് ഇഫ് ഡൺ ഇറ്റ് ഈസ് വാലിഡ്. ഇറ്റ് ഔട്ട് നോട്ട് ബി ഡൺ ചെയ്യാൻ പാടില്ലാത്തതാണ്. ബട്ട് ഇഫ് ഡൺ ചെയ്താൽ ഇറ്റ് ഈസ് വാലിഡ്. ഫെറേറി നോണ്ടപ്റ്റ് സെറ്റ് ഫാക്ടം വാലറ്റ്. ഇഫ് ഔട്ട് നോട്ട് ബി ഡൺ ചെയ്യാൻ പാടില്ലാത്തതാണ്. ബട്ട് ഇഫ് ഡൺ ചെയ്താൽ ഇറ്റ് ഈസ് വാലിഡ്, അത് വാലിഡായി നിലനിൽക്കും. അതാണ് ഞാൻ അന്ന് എക്സാമ്പിൾ പറയുന്ന വിവാഹം. വിവാഹപ്രായമെത്താതെ വിവാഹം നടത്തിയാൽ കുറ്റമാണ്. ആർക്ക് കുറ്റമാണ്? നടത്തിയവർക്ക് കുറ്റമാണ്. പക്ഷേ മാരേജ് വിൽ എക്സിസ്റ്റ്, വിവാഹം നിലനിൽക്കും.
മനസ്സിലായോ? വിവാഹം നിലനിൽക്കാതിരിക്കണമെങ്കിൽ ആര് ചെയ്യണം? സ്ത്രീ കോടതിയിൽ പോയി അത് ഇൻവാലിഡ് ആക്കണം. അടുത്തത് ജനറാലിബസ് സ്പെഷ്യലിസിയ ഡിറോഗൻറ്റ്. സ്പെഷ്യലിസിയ ഡിറോഗൻറ്റ്. ജനറാലിബസ് സ്പെഷ്യലിയ ഡിറോഗൻറ്റ് എന്താണ്? 24B ആണ്. ഏതാണ്? സ്പെഷ്യൽ തിങ്സ് ഡിറോഗേറ്റ് ഫ്രം ജനറൽ. സ്പെഷ്യൽ തിങ് ഈസ് ഡിറോഗേറ്റ് ഫ്രം ജനറൽ. മറ്റ് ജനറൽ വസ്തുതകളിൽ നിന്നും എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും സ്പെഷ്യൽ തിങ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? ജനറാലിബസ് സ്പെഷ്യല ഡിറോഗൻറ്റ്. ജനറൽ തിങ് സ്പെഷ്യൽ തിങ് ജനറൽ തിങ്ങിൽ നിന്ന് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. മനസ്സിലായോ? സർ. അടുത്തത് ജനറാലിയ സ്പെഷ്യലിബിസ് നോൺ ഡിറോഗൻറ്റ്. അത് കഴിഞ്ഞു. ഏതാണ് നമ്മൾ പറഞ്ഞേ? ജനറാലിയ സ്പെഷ്യലിബിസ് നോൺ ഡിറോഗൻറ്റ്. ആദ്യത്തെ നോക്കിയേ. ജനറാലിബസ് സ്പെഷ്യാലിയ ഡിറോഗൻ്റ് ആണ്. ഒരു നോണ് അവിടെ വന്നിട്ടുണ്ട്, നോൺ ഡിറോഗൻറ്റ്. ജനറാലിബസ് സ്പെഷ്യാലിബസ് നോൺ ഡിറോഗൻറ്റ് എന്നാണ് 25. ഓക്കെ, അത് രണ്ടും തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചോളാം. ജനറൽ പ്രൊവിഷൻ ഡു നോട്ട് ഡിറോഗേറ്റ് ഫ്രം സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് പറയുന്നുവോ അതിനൊരു ജനറൽ പ്രൊവിഷനും കൂടി ഉണ്ടാകും എന്നാ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ ശ്രദ്ധിക്കൂ. ജനറാലിബസ് സ്പെഷ്യാലിയ ഡിറോഗൻറ്റ്. അവിടെ എന്താ പറഞ്ഞേ? സ്പെഷ്യൽ തിങ് ഡിറോഗേറ്റ് ഫ്രം ജനറൽ. സ്പെഷ്യൽ വസ്തുക്കൾ ജനറലിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടിരിക്കും. താഴെ പറയുന്നത് എന്താണ്? ജനറാലിയ സ്പെഷ്യലിബസ് നോൺ ഡിറോഗൻറ്റ്. എന്താ പറഞ്ഞേ? ജനറൽ പ്രൊവിഷൻസ് ഡസ് നോട്ട് ഡിറോഗേറ്റ് ഫ്രം സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായോ? ും 25 ഡിഫറൻസ് മനസ്സിലായോ? ഇല്ല സർ. ഇല്ല. നോക്കൂ. 24 ജനറാലിബസ് ജനറലായിട്ടുള്ളത്, സ്പെഷ്യാലിയ സ്പെഷ്യലായിട്ടുള്ളതും, ഡിറോഗൻറ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിനകത്ത് നോൺ ഡിറോഗൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തപ്പെടത്തില്ലെന്ന്. മനസ്സിലായോ? ജനറാലിബസ് ജനറലായിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ളതിനേക്കാളും വ്യത്യാസപ്പെട്ടിരിക്കും, ഡിറോഗൻ്റ് ആയിരിക്കും. ജനറാലിയ 25 ജനറാലിയ സ്പെഷ്യലാബസ്. ഈ ജനറാലിയ എന്നുള്ളതും സ്പെഷ്യലാബസ് എന്നുള്ളതും 25 നോക്കൂ. ജനറാലിബസ് എന്നാണ് 24 പറഞ്ഞിരിക്കുന്നത്. എന്നാണ്? വ്യത്യസ്തമല്ല എന്ന് പറഞ്ഞത്. ജനറാലിബസ് സ്പെഷ്യാലിയ സ്പെഷ്യലായിട്ടുള്ളതും, ഡിറോഗൻറ്റ് എന്താണ്? വ്യത്യസ്തമുള്ളതാണ്. സ്പെഷ്യൽ തിങ്സ് ഡിറോഗേറ്റ് ഫ്രം ജനറൽ. തൊട്ടു താഴെ നോക്കൂ. ജനറാലിയ സ്പെഷ്യാലിയ എന്ന് മേളിൽ പറഞ്ഞതിൻ്റെ താഴെ പറഞ്ഞിരുന്നത് ജനറാലിയാണ്. സ്പെഷ്യലാബസ് സ്പെഷ്യാലിയ എന്ന് പറഞ്ഞതിന് ശേഷം സ്പെഷ്യലാബസ് എന്നായി. നോൺ ഡിറോഗൻറ്റ് വ്യത്യസ്തമുണ്ടാകത്തില്ല. ഡിറോഗൻറ്റിനോടൊപ്പം ഒരു നൂണ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ത് പറയുന്നു? ജനറൽ പ്രൊവിഷൻ ഡു നോട്ട് ഡിറോഗേറ്റ് വ്യത്യാസപ്പെടത്തില്ല. എങ്ങനെ? ഫ്രം സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്പെഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യത്തില്ല? വ്യത്യാസപ്പെടില്ല. പൊടി കിട്ടിയോ? അത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അത് പഠിക്കണം എന്ന് മാത്രമല്ല, അത് വരും. ഡാമിനം സിൻ ഇഞ്ചൂറിയ, സൈൻ ഇഞ്ചൂറിയ. ഡാമേജ് ഉണ്ട്, ഇഞ്ചുറി ഇല്ല. ഡാമേജ് സഫേർഡ് ബൈ പ്ലെയിൻറ്റിഫ് വിത്തൗട്ട് എനി വയലേഷൻ ഓഫ് ഹിസ് ലീഗൽ റൈറ്റ്. നിയമപരമായ അവകാശം നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതിനെയാണ് ഡാമിനം സിൻ ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഡാമിനം ഡാമേജ് ഉണ്ട്, സിൻ ഇഞ്ചൂറിയ ഇഞ്ചുറി ഇല്ല. തിരിച്ചും ഇഞ്ചൂറിയ ഇഞ്ചുറി ഉണ്ട്, സിൻ ഡാമേജസ് ഇതില്ല, നഷ്ടമില്ല.
Legal injuries affect suffered by the plaintiff without any harm or loss. Delegatus non protest delegator. Delegatus non protest delegator. A delegated power cannot be further delegated. നോക്കൂ, ഒരു ഡെലിഗേറ്റഡ് പവർ ഇപ്പോൾ പാർലമെൻറ്റ് നിയമം പാസ്സാക്കേണ്ടതുണ്ട്. പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നു? കേരള നിയമസഭയെ ഏൽപ്പിക്കുന്നു. കേരള നിയമസഭ അത് വേറൊരു നിയമസഭ ഏൽപ്പിക്കാൻ പാടില്ല. ഡെലിഗേറ്റസ് നോൺ പ്രൊട്ടസ്റ്റ് ഡെലിഗേർ. എ ഡെലിഗേറ്റഡ് പവർ കനോട്ട് ബി ഫർദർ ഡെലിഗേറ്റഡ്. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല സർ. ഡാമിനൻസ് ആൻഡ് ഇഞ്ചൂറിയ മനസ്സിലായോ? അത് മനസ്സിലായാണ്. ലാസ്റ്റ് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ ചെയ്യേണ്ട പണി ഞാൻ വേറൊരാളെ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന്, ഞാനൊരു വക്കീലാണല്ലോ, എന്നെ ഒരാൾ കേസ് കൊണ്ട് ഏൽപ്പിക്കും. സാർ ചെയ്താൽ മതി. ഇറ്റ് ഈസ് എ ഡെലിഗേറ്റഡ് പവർ ഫ്രം മൈ ക്ലയൻറ്റ്. ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തിരക്കാണ്. ഞാൻ 10,000 രൂപ മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 20,000 രൂപ മേടിച്ചിട്ടുണ്ട്. ഒരു 10,000 രൂപ മടക്കി എൻ്റെ പോക്കറ്റ് വെച്ചിട്ട് ഒരു 10,000 രൂപ കൊടുത്ത് ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിക്കുകയാണ്. താൻ കേസ് നടത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എ ഡെലിഗേറ്റഡ് പവർ കനോട്ട് ബി ഫർദർ ഡെലിഗേറ്റഡ്. രണ്ടാമത് അയാൾ കൈയൊഴിഞ്ഞ് വേറൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? ഡെലിഗേറ്റേഴ്സ് നോൺ പ്രൊട്ടസ്റ്റ് ഡെലിഗേറ്റർ. ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട അധികാരം അയാൾ മറ്റേ കക്ഷി അറിയാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. എന്നെ ഒരു കക്ഷി കേസ് ഏൽപ്പിച്ചു, എനിക്ക് സമയമില്ല, പകുതി പൈസ ഞാൻ എൻ്റെ കൈ വെച്ചു, പൈസ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? താൻ ചെയ്തോടൂ, കക്ഷിയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നു. അത് ചെയ്യാൻ പാടില്ല. ഡെലിഗേറ്റഡ് നോൺ പ്രൊട്ടസ്റ്റ് ഡെലിഗേറ്റർ. പിടികിട്ടിയ? യെസ്. അപ്പോൾ 23 വായിച്ചേ. 23. Fearing not that said factum valid, without not be done, but if done it is valid. 24. Generalibus specialia derogant. Special things derogate from general. 25. Generalia specialibus non derogant. General provisions do not derogate from special statements. Damnum sin injuria. Damage suffered by the plaintiff without any violation of his legal right. Injurious in damnum. Legal injury suffered by the plaintiff without any harm or loss. Delegatus non potest delegare. A delegated power cannot be further delegated. Yes. 23. Fieri non debit sad factum valid. It ought not to be done, but if done, it is valid. 24. Generalibus specialia derogant. Special things derogate from general. 25. Generalia specialibus non derogant. General provisions do not derogate from special statements. Damnum and injuria. Damage suffered by the plaintiff without any violation of his legal right. Injurious and damnum. Legal injury suffered by the plaintiff without any harm or loss. Delegatus non potest delegare. A delegated power cannot be further delegated.